നല്ല വ്യൂ കണ്ട് നിൽക്കുകയാണല്ലേ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. വെൽക്കം ടു FTT ഫാമിലി ട്രാവൽ ട്രേസ്. ഇന്ന് 21-ാം ദിവസം. അതെ അതെ നമ്മൾ മഞ്ഞിനോടും തലപ്പിനോടും വിട പറയുകയാണ്. ഇനി അടുത്ത സ്റ്റേഷൻ കത്വ. ഒരു 8 മണിക്കൂർ ഓടി കത്വയിലെത്തിയാൽ അവിടെ റെസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇന്ന് വൈകുന്നേരം കൂടി നമ്മൾ കാശ്മീരിലായിരിക്കും. ഇന്നും കൂടി നമുക്ക് റേഞ്ച് ഉണ്ടാവില്ല നമ്മുടെ നമ്പറിന്. നാളെ തൊട്ട് ഈ ഇതോടെ കച്ചറ കിടക്കണമെന്നൊന്നും നോക്കണ്ട, ഭയങ്കര വ്യൂ ആണ്. നമ്മുടെ ജനലയ്ക്ക് അപ്പുറം നല്ല മലകൾ, പച്ചമലകൾ, പിന്നെ അതാ ദൂരെ നോക്കുമ്പോൾ നല്ല സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ്. നമ്മൾ സോജിലേക്ക് വിട്ടു പോകുന്ന ആ സോനാമാർഗ് സോജിലേക്ക് ആവും അത്. അത് കഴിഞ്ഞ് ഇവിടെ നോക്കുമ്പോൾ നല്ല കരിമ്പച്ചക്കാട്, അതുപോലെ സിന്ധു നദി ഇങ്ങനെ പതഞ്ഞൊഴുകണു. ഗംഗീർ ഫോറസ്റ്റ് ഡിവിഷനാണ് കാണുന്നത്. പണ്ടത്തെ ഹൈവേ ആയിരുന്നു. ഈ ടണൽ വരുന്നേക്കാളും മുന്നുള്ള ഹൈവേ ആയിരുന്നു. പണ്ട് ഈ റോഡ് ഭയങ്കര വലിയ സംഭവമായിരുന്നു, പക്ഷെ ഇപ്പൊ ഒന്നുമില്ല. ഇവിടെ ഈ റോഡിൽ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ അടച്ചുപൂട്ടിയ പോലെയാണ്. റെസ്റ്റോറൻറ്റ്സ് പോലും ഇല്ലാണ്ട് നമ്മൾ ഇന്നലെ ഒരു 10 കിലോമീറ്റർ പോണ്ടി വന്നത്. കാരണം ഇതിന്റെ വാലിഡിറ്റി നഷ്ടപ്പെട്ടുല്ലോ. പക്ഷെ നല്ല വഴിയാണ്, വഴി നല്ലതാണ്. സോനാമാർഗിന്റെ തെക്കും തിരക്കും കച്ചവടമൊന്നും ഇല്ലാണ്ട് അതിന്റെ ഔട്ട്സ്കേർട്സ്, പക്ഷെ നല്ല രസമുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ വലിയ ബിസിനസ് ഒന്നും ഇല്ലാത്ത കാരണം നമുക്ക് ഏറ്റവും 2000 അതെ ചീപ്പസ്റ്റ് ആയിട്ട് ഇന്നത്തെ ദിവസമാണ് ഈ കംപ്ലീറ്റ് ട്രാവലിൽ കിട്ടിയത്. പക്ഷെ നല്ല പുതിയ ഇതാണ്. ബാത്ത് ടവൽസ് ടാഗ് പോലും പൊട്ടിക്കാത്തതാണ്. അപ്പൊ അത് തന്നെ സന്തോഷം. അപ്പൊ നമ്മൾ യാത്ര തുടരുന്നു. 21-ാം ദിവസം ഈ യാത്ര മാത്രമേ ഉള്ളൂ. മോസ്റ്റ്ലി കണ്ട് അങ്ങനെ പോവാം കത്തുവ വരെ. പുറത്തിറങ്ങി പച്ചപ്പ് മതിയാവോളം കണ്ടു നിന്നു. 10 ദിവസത്തോളമായി നമ്മളങ്ങനെ പച്ചപ്പ് കാണാണ്ടായിട്ട്. പിന്നെ ഈ വെള്ളത്തിൻ്റെ അരമ്പ് ഒരു പൈപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ആ സിന്ധു നദിയിൽ നിന്ന് നേരിട്ട് ഇങ്ങനെ ഹോട്ടലിലേക്കൊക്കെ വെള്ളം എടുക്കുകയായിരിക്കും. എളുപ്പമാണല്ലോ. ഗ്രാമത്തിലെ സ്ത്രീകൾ ഇങ്ങനെ കന്നുകാലികളൊക്കെ മേച്ചപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് പാലത്തമ്മക്കോടെ. നല്ല വിശാലമായ ഒരു കറുത്ത കാട് ഇങ്ങനെ മേച്ചൽപ്പുറമായിട്ടുള്ളപ്പോൾ മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ നല്ല സന്തോഷമായിരിക്കും. ഭയങ്കര സമൃദ്ധിയുള്ള ഒരു സ്ഥലമായിട്ട് തോന്നും. ഇങ്ങനെ ഒരു 8 മണി കഴിഞ്ഞ് യാത്ര പുറപ്പെട്ടു. വഴിയിൽ ധാരാളമായി ഇങ്ങനെ കന്നുകാലികളെ കണ്ടു. പശു വളർത്തലാന്ന് തോന്നുന്നു ഈ ഗ്രാമത്തിലെ ഒരു മുഖ്യ തൊഴിൽ. കശ്മീരിന്റെ ആ ഭംഗി ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. സിന്ധ് റിവർ ഇതാ ഒഴുകുന്നുണ്ട്. നമുക്കിന്നൊരു 380 കിലോമീറ്റർ 8 മണിക്കൂറാണ് കാണിക്കുന്നത് ഡ്രൈവർ. അതിനു മുമ്പ് നമുക്ക് ഇറങ്ങിയ സ്നോ ചെയിൻ കൊടുക്കണം. വണ്ടി അങ്ങോട്ട് നീങ്ങി തുടങ്ങിയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. 8:30 ആയല്ലോ. ആ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. മസാല ദോശ കുറച്ച് തണുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് കഴിക്കാം. നമ്മുടെ സ്നോ ചെയിൻ പുറത്തെടുക്കാതെ തിരിച്ചു കൊടുക്കുകയാണ്. രൂപയാണ് സെക്യൂരിറ്റി കൊടുത്ത് നമ്മൾ. പിന്നെ 4500 തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ബാർഗൈൻ ചെയ്ത് 500 രൂപ കൂടി തിരിച്ച് വാങ്ങിച്ചു. അപ്പോൾ അത് കൂടി നമുക്ക് 1500 രൂപ മാത്രമാണ് സ്നോ ചെയിന് റെൻറ്റ് വന്നത്. ഉപയോഗിക്കാത്തന്നെ ധാരാളമാണ്. ഇതേവരെ വീട്ടിലുണ്ടായി കുറച്ച് വാൾട്ടൊക്കെ നമുക്ക് തന്നു. ഡാനിസ് എന്നാണ് ചേട്ടൻ്റെ പേര്. നല്ല മനുഷ്യർ. നമ്മുടെ താമസ സ്ഥലത്ത് നിന്ന് ഈ സ്നോ ചെയിൻ്റെ അവിടേക്ക് ഒരു 30 കിലോമീറ്റേഴ്സ് ഉണ്ടായുള്ളൂ. അവിടെ ഇങ്ങനെ പിന്നിൽ സിന്ധു നദിയുടെ ശബ്ദം ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഇത് വാങ്ങണ ദിവസം നമുക്ക് അത്രയ്ക്ക് തോന്നിയില്ല. ഇപ്പോൾ ഈ റോഡിന് ചെറിയക്കോട് സിന്ധു നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. റോഡിൽ ധാരാളമായിട്ട് കുട്ടികൾ സ്കൂളിൽ പോണത് കാണാം. എല്ലാവരും സ്കൂളിൽ പോകുന്ന ആ ഒരു തിരക്ക് അത് ഈ സമയത്തിൻ്റെ ആവാം. പക്ഷെ ഇതുവരെ നമ്മൾ ഈ ഇത്രയും ദിവസങ്ങൾ അങ്ങനെ കണ്ടിരുന്നില്ല. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇങ്ങനെ കച്ചവടത്തിന് റെഡി ആവുന്നുണ്ട്. ഇവിടുത്തെ സ്വന്തം പ്രൊഡ്യൂസ് ആയിരിക്കും. കുട്ടികൾ സ്കൂൾ വണ്ടി കാത്തുക്കാൻ തോന്നുന്നു. ഗണ്ടർബാൾ മേഖലയാണിത്. എന്തായാലും എഡ്യൂക്കേഷന് നല്ല പ്രാധാന്യമുള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പോണത് കാണുമ്പോൾ നല്ലൊരു സന്തോഷം. JNK പോലീസ്, ഗണ്ടേബാൾ, അതുപോലെ CRPF എല്ലാവരും ബാരിക്കേഡ് വെച്ചിട്ട് ഇങ്ങനെ സിഗ്സാഗാണ്. നല്ല തിരക്കിന്റെ സമയമായ കാരണം
ഇപ്പോൾ നമ്മൾ ഇത്ര ദിവസം ഇങ്ങനെ ലഡാക്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഈസ്റ്റ് വെസ്റ്റ് ആയിട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ ലെഫ്റ്റ് തിരിഞ്ഞ് വയിൽ ബ്രിഡ്ജ് വഴി, വയൂൾ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, സിന്ധു നദിയുടെ മുകളിൽ ഒരു എലവേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണിത്. നമ്മളിങ്ങനെ തിരിഞ്ഞിറങ്ങാണ്. ഇനിയിപ്പോൾ നമ്മൾ താഴേക്ക് സൗത്തിലേക്കുള്ള നമ്മുടെ യാത്ര ഇവിടെ നിന്ന് തുടങ്ങും. സിന്ധു നദി ഇവിടെ നന്നായിട്ട് ഈ സ്ഥലത്തിനെയൊക്കെ പരിപോഷിപ്പിക്കുന്നുണ്ട് കേട്ടോ. പച്ചപ്പ്, ഇതാ ലെഫ്റ്റിൽ പഴയ പാലമായിരിക്കും, അതിലെപ്പോഴും വണ്ടികൾ കിടക്കുന്നുണ്ട്. മാപ്പിൽ ചുറ്റും പച്ചയാണ് കാണിക്കുന്നത്. ഇതാ ഇഷ്ടം പോലെ കൃഷിയിടങ്ങൾ ഇങ്ങനെ കൊയ്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഭയങ്കര രസകരമായിട്ടുള്ളൊരു സ്ഥലം, ഒരു പ്രത്യേകതയുള്ള സ്ഥലം. ഒരു നാടൻ, നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് എത്തിയ പോലെ തോന്നും കേട്ടോ. ഇവിടെ ഇങ്ങനെ കൊയ്ത് കൂട്ടി കിടക്കണ വിശാല പാടങ്ങളും ഈ അകലെ ഇങ്ങനെ മലയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങനെ തോന്നി ഒരു നൊസ്റ്റാൾജിയ. അത് പെട്ടെന്ന് തന്നെ മാറി. ആളുകളെ കാണുമ്പോൾ നമുക്ക് കാശ്മീരാണല്ലോ എന്ന ഓർമ്മ വരും. മാത്രമല്ല ഇതാ ഇഷ്ടം പോലെ ചെമ്മരിയാട് കൂട്ടങ്ങൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ആ ഒരു ഫീലിംഗ് പെട്ടെന്ന് പോയി. ചെമ്മരിയാടും കോലാടും ഉണ്ട്. നല്ല ബ്ലോക്കായി. ശ്രീനഗറിലേക്ക് നമ്മൾ കടക്കുന്നില്ല, ഔട്ടറിൽ കൂടെ പോവാണ്. അപ്പോൾ എങ്കിലും ഈ സമയത്തിൻ്റെ തിരക്ക്, എല്ലാവരും സ്കൂളും ഓഫീസും ഒക്കെ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ ഓസ്ട്രി. കുഴപ്പമില്ല, നമുക്ക് സമയമുണ്ട്. എന്താ ഉറക്കം വരുന്നുണ്ടോ? തങ്കുതേ ഉറക്കത്തിൽ നിന്ന് എനിട്ടുള്ളൂ. നമ്മളന്ന് വിശദമായി കണ്ട ജാമിയ മോസ്കിൻ്റെ ഒരു പുറം കാഴ്ച. നമ്മുടെ ഈ ഹൈവേ കടന്നു പോകുന്നത് സിറ്റിയുടെ ഉള്ളിൽ കൂടെ തന്നെ, ഉള്ളിൽ കൂടെ വെച്ചാൽ ഒരു ഓരത്ത് കൂടെ തന്നെയാണ്. വേറെ പ്രത്യേകിച്ചൊരു ബൈപ്പാസ് വഴിയൊന്നുമില്ല. പുതിയ വഴികൾ വരുന്നുണ്ട്, പുതിയ വലിയ ഹൈവേ നടക്കുന്നുണ്ട് പണി. നമ്മൾ വരുമ്പോൾ കണ്ടിരുന്നല്ലോ. ഇതിപ്പോൾ ശ്രീനഗർ സിറ്റി ഇങ്ങനെ കണ്ട് അത്യാവശ്യം തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോകണം. ശ്രീനഗറിൻ്റെ ഒരു പ്രത്യേകത വളരെ ഇടുങ്ങിയ വഴികളാണ്, നഗരവഴികൾ. കാരണം ഇത് ഹൈ റേഞ്ചിലൊക്കെ, മലകളിലൊക്കെ എപ്പോഴും ഈ ടൗൺസ്, സിറ്റികൾ ഇങ്ങനെ ഇടുങ്ങിയ വഴികളുണ്ടാവും. അവിടുത്തെ ഒരു ജിയോഗ്രഫിക്കൽ റീസൺസ് കാരണം. മാത്രമല്ല ഇത് സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായിട്ടൊരു വ്യാപാര കേന്ദ്രം പുരാതന കാലത്ത് തന്നെ ആയിരുന്ന കാരണം ഈ മാർക്കറ്റ് ഏരിയ ഒക്കെ വളരെ കൺജസ്റ്റഡ് ആണ്. അതുപോലെ പുരാതനമായ കെട്ടിടങ്ങളും. അങ്ങനെ ശ്രീനഗർ നഗരത്തിൻ്റെ ആ കുടുക്കിയിൽ നിന്ന് നമ്മൾ നല്ലൊരു ഹൈവേയിലേക്ക് കയറി. എയർപോർട്ട് റോഡാണ്. ഇത് റൈറ്റിലേക്ക് നോക്കൂ, ഇങ്ങനെ കിലോമീറ്ററുകളോളം ബ്ലോക്കാണ്. എയർപോർട്ടിൽ നിന്ന് ടാക്സികൾ ഇങ്ങനെ ടൂറിസ്റ്റുകളെയും കൊണ്ടുവരുന്ന വരവാണ് കാണുന്നത്. നല്ല സീസണാണല്ലോ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടാരും പോകാനില്ല, കാലത്താണല്ലോ സമയം. അപ്പോൾ എല്ലാവരും കാശ്മീരിലേക്ക് ഇങ്ങനെ ആഹ്ലാദത്തോടെ വരുന്നു. നമ്മൾ തൽക്കാലം കാശ്മീർ വിട്ട് പോവാണ്. തൽക്കാലം നമ്മൾ എപ്പോഴെങ്കിലും തിരിച്ചു വരും. കാശ്മീരിൻ്റെ ഒരു വിളി കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല. എല്ലാ നൂക്കൻ കോർണറിലും എന്താ പട്ടാളക്കാർ ഇങ്ങനെ സെമി ഓട്ടോമാറ്റിക് ഗൺസൊക്കെ പിടിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും. മുട്ടിന് നിൽക്കുന്നുണ്ട്. ഭൂമിയിലെ സ്വർഗം, അതുപോലെ കിഴക്കിൻ്റെ സ്വിറ്റ്സർലൻഡ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിശേഷണങ്ങളുള്ള കാശ്മീരിൻ്റെ ശരിക്കുള്ള ഇപ്പോഴത്തെ ഒരു മിലിറ്ററി ഒരു അവസ്ഥ. മിലിറ്ററി കൺട്രോളിലാണ്, മിലിറ്ററിയുടെ സൂപ്പർവിഷനിലാണ്. സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാ നിൽക്കണ നോക്കൂ, വലിയ മെഷീൻ ഗണ്ണൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. റോഡിലും ഇങ്ങനെ കോൺവോയ് ആയിട്ട് മിലിറ്ററി ട്രൂപ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ വിസിലടിച്ച് ആളുകൾ മാറ്റിയിട്ടാണ് പോണത്. അതിർത്തികളിൽ മിലിറ്ററിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടെങ്കിലും ഈ നോർമലായിട്ടുള്ള ടൗൺസിലും ഹൈവേസിലൊക്കെ മിലിറ്ററി കാണുമ്പോൾ നമുക്കിത് ശീലമില്ലാത്തതുകൊണ്ട് പെട്ടെന്നൊരു പേടി തോന്നിയിരിക്കും, എന്തെങ്കിലും അതിർത്തിയിൽ മോശം സാഹചര്യങ്ങളുണ്ടോ എന്നൊക്കെ. പക്ഷേ കാശ്മീരികൾക്ക് ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. ഈ മിലിറ്ററി പ്രസൻസിനെയും ആർമറി മൂവ്മെൻറ്റിനെയൊക്കെ സാധൂകരിക്കുന്നതിന് വാലിഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതും നമുക്ക് ഈ വഴി കൂടെ പോകുമ്പോൾ ഓർമ്മ വരും. കാരണം ഇത് അവന്തിപ്പോര എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ വഴിയുടെ ഒരു ഇടത്ത് തിരിഞ്ഞ് നേരെ ഇതാ കാണുന്നത് പഹൽഗാമാണ്. 40 കിലോമീറ്റേഴ്സ് 1.25 മണിക്കൂറാണ് കാണിക്കുന്നത് ഈ വഴി കൂടെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ. അമർനാഥ് യാത്രയുടെ ബേസ് ക്യാമ്പ്. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞു പോയാൽ ഒരു 15 കിലോമീറ്റർ 30 മിനിറ്റ്സിൽ പുൽവാമ എത്തും. ഇത് രണ്ടും ഈ റോഡിന് ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് കിടക്കുന്നത് ഒരു കോയിൻസിഡൻസ് ആണ്. പക്ഷേ വിൻഡോ തുറക്കാൻ പറ്റില്ല. പോപ്പുലറിൻ്റെ ആ പൊളൻ ഇങ്ങനെ അകത്തേക്ക് കയറി വരാം. അങ്ങനെ 10 ദിവസത്തിന് ശേഷമാണ് മെയിൻ ഡ്രൈവർ നമുക്കൊന്ന് സ്റ്റിയറിങ് കൈമാറി തരണത്. എന്തായാലും നല്ല ഹൈവേസ് ആയി, പ്ലെയിൻസ് ഒക്കെ ആയി. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഉച്ചയായി, വിശക്കുന്നുണ്ട്. പക്ഷെ മുന്നോട്ട് പോവാം. റോഡൊക്കെ മിലിറ്ററിയുടെ കയ്യിലാണ്. അവർ തുറന്നു തന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. മുട്ടിനുണ്ട്, എല്ലായിടത്തും ഉണ്ട്. കണ്ടോ, നിറയാണ്. നമുക്കിങ്ങനെ ഒരു ഫീലിംഗ് തോന്നും, പട്ടാളത്തിന് ഇത്രയ്ക്കധികം ഇങ്ങനെ വഴിയിൽ കാണുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന്. പക്ഷെ ഇവിടെ ഒന്നുമില്ല. ഇതിവിടുത്തെ സാധാരണ ജീവിതം ഇങ്ങനെയാണ്.
നമുക്കിങ്ങനെ കാണുമ്പോൾ ഇതൊരു പട്ടാള ഭരണമാണോ എന്ന് തോന്നും, പക്ഷേ അങ്ങനെയല്ല, സുരക്ഷയ്ക്കാണ് ശരിക്കും. നമ്മളങ്ങനെ NH44 ബനിഹാൽ ഖാസിഗുണ്ട് റോഡ് ടണലിലേക്ക് കടന്നു. 9 കിലോമീറ്റർ നീളമുള്ള ഈ ടണൽ ശ്രീനഗറിനെയും ജമ്മുവിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. കശ്മീരിൻ്റെ 2 തലസ്ഥാനങ്ങളായിട്ടുള്ള ജമ്മുവിൻ്റെയും ശ്രീനഗറിൻ്റെ ഇടയിലുള്ള ട്രാവൽ ടൈം ഇതൊരു ഹാഫ് ആൻ അവറേ കുറയ്ക്കണുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് അവലാൻഷസ് ഒക്കെ ഉള്ളപ്പോൾ, മഞ്ഞ് വീഴ്ചകളും മല ഇടിച്ചിലൊക്കെ ഉള്ളപ്പോഴും നമുക്ക് വളരെ സേഫായിട്ട് ഇതിൽ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ഈ മേഖലയിൽ 3 ടണൽസ് ഉണ്ട് സത്യത്തിൽ. ഇതിന് അതിനപ്പുറത്ത് റൈറ്റിലായിട്ടൊരു പഴയ ജവഹർ ടണലുണ്ട് 56 പണിതത്. അതും പിന്നെ അതുപോലെ തന്നെ റെയിൽവേ ടണലും കൂടി ഉണ്ട് ബനിഹാൽ ഖാസിഗുണ്ട് മേഖലയിൽ. ചെറിയ മഴയും കൂടി ആയപ്പോൾ ഈ പച്ചപ്പുള്ള ഈ താഴ്വരയെ കൂടെ നല്ല അടിപൊളി ഒരു ഡ്രൈവായിട്ടാണ്. നല്ല ഹെവി ബിൽറ്റ് പോത്തുകൾ. നല്ല ബ്യൂട്ടിഫുൾ വാലി ആണെങ്കിലും നല്ല തിരക്കുണ്ട്. അത്യാവശ്യം ഇങ്ങനെ പിടിച്ച് ഇറങ്ങണം. നല്ല ഹെവി വെഹിക്കിൾസും ലോഡ് വണ്ടികളൊക്കെ ധാരാളമുണ്ട്. പിന്നെ വർക്കും നടക്കുന്നുണ്ട്, നിർബാധം നടക്കുന്നുണ്ട് പുതിയ റോഡിൻ്റെയൊക്കെ പണികൾ. റോഡ് വൈഡനിങ് നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പുതിയ ടണലുകളുണ്ട് കേട്ടോ. അപ്രോച്ച് റോഡ് അങ്ങനെ നീങ്ങിപ്പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ടണൽ. ചെറുതും വലുതുമായ ധാരാളം ടണലുകളൊക്കെ ആയിട്ട് ഈ ഹൈവേ എന്തായാലും ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നീർന്നു വരുമ്പോൾ ട്രാവൽ കുറേയും കൂടി ഉഷാറാവും. പിന്നെയും ടണൽ പണി കഴിഞ്ഞപ്പോൾ തന്നെ തുറന്നു കൊടുത്തു എന്ന് തോന്നണേ. പേരൊന്നും വെച്ചിട്ടില്ല. മറ്റേ റോഡിൻ്റെ അവസ്ഥ തീരെ മോശമായി ഉണ്ടാവും, അതാവും വേഗം തുറന്നു കൊടുത്തത്. ഭക്ഷണം ഒന്നും കിട്ടിയിട്ടില്ല, കാരണം ഫുൾ മലയുടെ സൈഡിൽ കൂടെയുള്ള വഴിയാണല്ലോ. അതെ ഇനിയൊരു ടണലുകൾക്ക് ഒരു ക്ഷാമമില്ല. ചില ടണലുകൾ ഭയങ്കര പ്രത്യേകതയാണ്. കണ്ട നല്ല ജാലിയൊക്കെ ഇട്ടിട്ട് നല്ല ഓപ്പൺ ആയിട്ടുള്ള സ്റ്റൈലൻ ടണലുകളാണ്, വെറുതെ ഇങ്ങനെ ഗുഹ പോലെയല്ല. അപ്പം ഇങ്ങനെ വിവിധ വെറൈറ്റികളിലുള്ള ടണലുകളിൽ കൂടെ പോകുന്നുണ്ട്. ഭക്ഷണം നമ്മൾ തലേ ദിവസത്തെ ഇന്നലെ വൈകുന്നേരം ഓർഡർ ചെയ്ത മസാല ദോശ ആക്രാന്തമായിട്ട് കുറേ എണ്ണം ഓർഡർ ചെയ്തുല്ലോ. അപ്പം അത് പാക്ക് ചെയ്ത് വന്നിരുന്നത് കഴിച്ചു. മുട്ട പുഴുങ്ങിയത് കഴിച്ചു, കുറച്ച് നട്ട്സ്, ജ്യൂസ് അങ്ങനെയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിപ്പന്നെയാണ്. വണ്ടി നിർത്തിയിട്ടില്ല എവിടെ. നിർത്തിയത് ഒറ്റൊരാവശ്യം. ഓസ്റ്റിൻ 10 ദിവസമായി അവൻ തന്നെയായിരുന്നു വളയം പിടിച്ചിരുന്നത്, നമുക്ക് തന്നിട്ടില്ലേ മല കയറിയും തുടങ്ങിയതിന് ശേഷം. അപ്പോൾ അതൊന്ന് കൈമാറാൻ വേണ്ടിയിട്ട് മാത്രമാണ് വണ്ടി നിർത്തിയത്. അങ്ങനെ നമ്മൾ നല്ല പച്ചപ്പൊക്കെ കണ്ട് നല്ല ക്ലൈമറ്റായി. ആദ്യം ഒരു മഴയും കോടമഞ്ഞ് നന്നായിട്ടുണ്ടായിരുന്നു. മഴ പെയ്തു, അതൊക്കെ മാറി ഇതായിപ്പോൾ നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥയായി. അങ്ങനെ നമ്മുടെ 21-ാം ദിവസം നമ്മൾ യാത്ര മാത്രമാണ്. നമ്മൾ കത്വ വരെ പോയിട്ട് അവിടെ നിൽക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നിന്ന അതേ ഹോട്ടലിൽ തന്നെയാണ് വിളിച്ചു പറഞ്ഞത്, കാരണം അത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ഒരു 8.75 മണിക്കൂറാണ് കാണിക്കുന്നത്, 360 കിലോമീറ്റേഴ്സ് നമ്മൾ സോനമാർഗി എന്ന് പറഞ്ഞിട്ടപ്പോൾ. ഇപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ടേ ഇല്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങനെ ഘാട്ട് റോഡാണ്. മലയുടെ സൈഡിൽ കൂടെ നല്ല ഭംഗിയുള്ള സമയം, നല്ല കയറ്റവും നല്ല ഇറക്കമൊക്കെ ഉണ്ട്. നിറയെ വാഹനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് ക്ലിയറായി. ഇപ്പോൾ ലഡാക്കിൻ്റെ ആ ഒരു ഉണങ്ങി വരേണ്ട മലകളൊക്കെ പോയി പച്ചപ്പ് നിറഞ്ഞ മലകളായി. അപ്പോൾ നമ്മൾ എലിവേഷൻ നന്നായിട്ട് തന്നിട്ടുണ്ട്. നോർമൽ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കത്വയിൽ ചെറിയൊരു തണുപ്പ് ഉണ്ടാവും അല്ലേ, അത് നമുക്ക് അങ്ങനെ തോന്നി. കത്വ കഴിഞ്ഞാൽ പിന്നെ ടോട്ടലി താഴ്ത്തിക്കാണ്. അപ്പോൾ നാളെ മുതൽ നമ്മുടെ 3rd ഫേസ് തുടങ്ങും. അപ്പോൾ ഇന്നത്തോടുകൂടി നമ്മുടെ തണുത്ത ക്ലൈമറ്റിലുള്ള യാത്ര അവസാനിക്കുകയാണ്. അതൊരു വിഷമമാണ്, പക്ഷേ തണുപ്പ് പറ്റാണ്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ചെറുതല്ല. നല്ല ഇൻഫെക്ഷൻ ഉണ്ട്. ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, മെഡിസിൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയൊരു 4 മണിക്കൂർ കഷ്ടി ഉണ്ടാവും. അത് കഴിഞ്ഞ് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് നോക്കാം. അപ്പം അങ്ങനെ നമ്മൾ വന്നിറങ്ങി. ഒരു എന്നുവെച്ചാൽ വഴിയിൽ നിർത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടി. നോക്കിയപ്പോൾ മുസ്തഫ ഹോട്ടൽ, അതിൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത് മുസ്തഫ മുസ്ലിം ഹോട്ടൽ എന്നാണ്. കണ്ടോ, ആഹാ, ജാതി വെച്ചിട്ടാണ് കളി. മറ്റേ ഇപ്പുറത്ത് വൈഷ്ണോ ധാബ, അതായത് അത് പ്യുവർ വെജ്, ഇത് നോൺ വെജ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥകൾ.
ഇവിടെ ഭക്ഷണം കഴിക്കണില്ല, ഭയങ്കര മോശമായിട്ടുള്ള സ്ഥലം, തീരെ ഹൈജീൻ ഇല്ല. മാപ്പിൽ അവിടെ ചെനാബ് നദി കാണിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കാണാനില്ല. എന്തായാലും ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ളത് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. വിശക്കുന്നുണ്ടാ? ഇല്ല, വണ്ടിയിലിരുന്നോ. രണ്ടാൾക്കും ചുമയാണ്. ഇതാ നമ്മുടെ ചെനാനി നസ്രി ടണലിൽ കൂടെ പിന്നെയും പോകുന്നു. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണലിൽ നിന്ന് റീനെയിം ചെയ്യപ്പെട്ട ഒരു 10 കിലോമീറ്ററോളം ദൂരമുള്ള ടണലാണ് ഇത്. ജമ്മുവും ശ്രീനഗറും തമ്മിൽ ഒരു 2 hours ട്രാവൽ ടൈം സേവ് ചെയ്യുന്ന സംഭവമാണ്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഭാരതീയ ജനസംഘിന്റെ സ്ഥാപകനാണ്, ആദ്യ ക്യാബിനറ്റിലെ വ്യവസായ മന്ത്രിയും. ഇറങ്ങിയ ധാബ വളരെ മോശം സ്ഥലമായിരുന്നു, അതുകൊണ്ട് നമ്മൾ കഴിച്ചില്ല. തൽക്കാലം ഈ സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. 5 മണിയാകുമ്പോൾ നമ്മൾ അവിടെ എത്തും അല്ലേ? അവിടെ നമുക്കൊരു ലേറ്റ് ലഞ്ച് കഴിക്കാം. നല്ല സ്ഥലം അത്, ഹോട്ടൽ MG കിച്ചണാണ് അവരുടെ മെയിൻ. അവിടെ കഴിക്കാം, അതുവരെ ഇങ്ങനെ പിടിച്ചിരിക്കാം. വിശപ്പിന് തൽക്കാലം ഒരു തടിയിടാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് പാലിട്ട് കഴിച്ച് അങ്ങോട്ട് പോവാണ്. നമ്മളങ്ങനെ ജമ്മു ആൻഡ് കാശ്മീരിലെ ജമ്മു മേഖലയെ കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാശ്മീർ മേഖല കഴിഞ്ഞു, നമ്മൾ ബനിഹാൽ വെച്ച് ഇങ്ങോട്ട് കടന്നു. നമ്മൾ പണ്ട് മുതലേ ജമ്മു ആൻഡ് കാശ്മീർ എന്നൊക്കെ പറയുമെങ്കിലും ജമ്മുവും കാശ്മീരും രണ്ട് ഡിഫറെൻറ്റ് ഡിവിഷൻസ് ആണ്. ജമ്മു എന്ന് പറയുന്നത് കുറേയും കൂടി പ്ലെയിൻസ് ആണ്, കാശ്മീർ വാലി, മൗണ്ടൻസ് ആൻഡ് സ്നോ അങ്ങനെയൊക്കെ. ഇവിടെ കുറേയും കൂടി റെയിൻഫോളാണ് അധികം. അതുപോലെ കൾച്ചറലി നല്ല വ്യത്യാസമുണ്ട്. കാശ്മീരിൽ മുസ്ലിം പോപ്പുലേഷനാണ്, ഒരു അറൗണ്ട് 90% മുസ്ലിംസ്. ജമ്മു ഡിവിഷനിൽ 70% ഹിന്ദുസാണ്. അതുപോലെ ഭാഷയും വ്യത്യാസമാണ്. ഡോഗ്രി ഭാഷയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ജമ്മു ഡിവിഷനിൽ. കാശ്മീരിൽ കശ്മീരി ലാംഗ്വേജ് ആണ്, ആൻഡ് ഉറുദു ഓൾസോ. നമ്മുടെ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ യൂട്ടികളിലുള്ള പോലെ ഒരു ഭാഷാടിസ്ഥാനത്തിലുള്ള സാമ്യമോ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കുറവായതുകൊണ്ട് തന്നെ 2 ഡിഫറെൻറ്റ് ഡിവിഷൻസ് ആയിട്ട് തന്നെ ജമ്മു ആൻഡ് കാശ്മീർ നിൽക്കുന്നത്. പാവം ജമ്മു ആൻഡ് കാശ്മീർ ഒരു ഇന്റേണൽ പൊളിറ്റിക്സും ധാരാളമായിട്ടുണ്ട്, എക്സ്റ്റേണൽ പ്രോബ്ലംസിനും ബോർഡർ ഇഷ്യൂസിനും ഒക്കെ പുറമേ അല്ലേ. അതിനിടയിൽ നമ്മൾ ഹൈവേന്ന് ഉദ്ധംപൂർ വെച്ചൊന്ന് ലെഫ്റ്റ് തിരിഞ്ഞു കേട്ടോ. ഗൂഗിൾ പറഞ്ഞു കുറച്ചുകൂടി നല്ല കാട് വഴിയുള്ള വഴിയാണ്. അതിൽ തിരിഞ്ഞിട്ട് കുറച്ച് നേരം ആ പച്ചപ്പൊക്കെ ആയിരുന്നു. പിന്നെ അത് ഇങ്ങനെയൊക്കെ ആയി, ഗ്രാമീണ വഴികളായി, വളരെ വീതി കുറഞ്ഞും തിരക്ക് കൂടിയും ഒക്കെ. അതും കഴിഞ്ഞ് പിന്നെ കാടുണ്ട്, പക്ഷെ വഴിയില്ലാത്ത അവസ്ഥയായി, ഭയങ്കര മോശമായി. ദർ റോഡ് എന്നാണ് കാണിക്കുന്നത്, ഉദ്ധംപൂർ ദർ റോഡ്. എന്തൊക്കെയോ പ്രോജക്റ്റുകൾ ദൂരെയായിട്ട് കാണുന്നുണ്ട്, പക്ഷെ ഇതിങ്ങനെ ഡീപ്പായിട്ടുള്ള കുഴികളും ഒക്കെയുള്ളൊരു വഴി. നമ്മൾ ഇതിലെ പോയത് ഹൈവേയുടെ സുഖം അങ്ങോട്ട് പോയി, പണി പാളി. ഭയങ്കര പൊടിയും, ഒരുപാട് നേരമായി ഇങ്ങനെ മടുത്തു ശരിക്കും. അല്ലെ, ആളൊഴിഞ്ഞ സ്ഥലം പോലെയാണ്. ചുറ്റും ഇങ്ങനെ വരണ്ട മലകളാണ് ദൂരത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത്. എന്തായാലും 1 മണിക്കൂറോളായി ഇങ്ങനത്തെ വഴി. So we are checking in. നമ്മുടെ കഴിഞ്ഞ ആഴ്ച താമസിച്ച MG കിച്ചണിൽ തന്നെ, കത്വയിൽ അവിടെ തന്നെ താമസിക്കുന്നു. ഇറ്റ്സ് എ നൈസ് പ്ലേസ്, ബിഗ് റൂംസ് ആണ്, നല്ല ഏരിയ ഉണ്ട്. പിന്നെ അതാ വിശാലമായ സിറ്റിംഗ് ഏരിയ ഒക്കെ നമുക്ക് ഇങ്ങനെ കോമൺ ഏരിയ ഇങ്ങനെ കിടക്കുന്നുണ്ട്. 2 റൂംസ് ആണ്, നൈസ് സ്പേഷ്യസ്. അപ്പോൾ ഭക്ഷണം ഇപ്പോൾ വരും. ഫുഡ് വന്നു. ആഹാ, ക്രീം സാലഡ്, നമ്മുടെ കോൾസ്ലോ അല്ലേ, ഓൾമോസ്റ്റ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഗ്രിൽ ചിക്കനും മഷ്റൂം മസാല ഇരിക്കുന്നത് എങ്ങനെയുണ്ടാവോ? റൊട്ടി 10 റൊട്ടി വേണ്ടിയിരുന്നില്ല, വണ്ടിയിലിരുന്ന് വിശപ്പിൻ്റെ ആധിക്യത്താൽ വിളിച്ചു പറഞ്ഞതാണ്. സൂപ്പ് ഈസ് ഓൾവേസ് ഗുഡ്. അപ്പം കഴിക്കാം.
അപ്പം അങ്ങനെ നമ്മുടെ 21-ാം ദിവസം ട്രാവൽ മാത്രമായിരുന്നു. നമ്മൾ പുതിയ റോഡിൽ കൂടെ വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈവേ കൂടെയാണല്ലോ അങ്ങോട്ട് പോയത്, കത്തുവയിൽ നിന്ന് നമ്മൾ ശ്രീനഗർക്ക് പോയപ്പോൾ. അപ്പോൾ ഒരു പുതിയ റോഡ് കാണിച്ചു, മാപ്പ് കാടിൻ്റെ ഉള്ളിൽ കൂടെയായിരുന്നു. എന്തായിരുന്നു കാടിൻ്റെ പേര്? ബലാറ്റല അങ്ങനെ. പക്ഷേ അപ്പം നമ്മൾ നല്ല സീനിക്കായിട്ടുള്ള വഴി കൂടെ വരാമെന്ന് വെച്ചു. പക്ഷെ അത് തീരുമാനം പാളി. ഭയങ്കര മോശം റോഡായിരുന്നു. ഭയങ്കര കുഴികളും കാറിൻ്റെ അടിയൊക്കെ തട്ടണ പോലത്തെ കുഴികളൊക്കെ ആയിരുന്നു. ആകെ അടി ഒലഞ്ഞ് പരുവായി. വണ്ടിക്ക് നമുക്ക് ഒത്തിരി ചെറിയ ക്ഷീണമായി. എന്തായാലും അങ്ങനെ എത്തി. നമ്മൾ നേരത്തെ തന്നെ 5 മണിക്ക് അത്യാവശ്യം ഭക്ഷണം കഴിച്ചു. പിന്നെ ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. അങ്ങനെ ബാക്കി ഭക്ഷണം ഉണ്ട്, വേണമെങ്കിൽ ഒന്നുകൂടി കഴിക്കാം, അല്ലെങ്കിൽ നാളെ പോയി പിടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നേരത്തെ കിടക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് നാളെ നേരത്തെ ഇറങ്ങി ഒരു 9-10 മണിക്കൂറോളം നാളെ വണ്ടി ഓടി ഗുർഗാവണിലെത്തിയിട്ട് അവിടെ സ്റ്റേ ചെയ്യണം. പിന്നെ പിറ്റേ ദിവസം തൊട്ടാണ് നമുക്കിനി സ്ഥലങ്ങൾ കാണുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ അങ്ങനെ നമ്മൾ ഓടി എത്തലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിയാണ്. സോ സീ യു ടുമോറോ. ഗുഡ് നൈറ്റ് ഫ്രം FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്.